ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അവൽ എടുത്തിട്ടുണ്ട്. 1 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. ഏത് അവൽ വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ വെളുത്ത അവലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൊടിച്ചെടുത്താൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല നൈസായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അവൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഈ അവിലൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈരാണ് എടുക്കേണ്ടത്. നല്ല കുറച്ച് പുളിയുള്ള തൈര് എടുക്കുക. 1.5 കപ്പ് തൈര് വേണം. 1 കപ്പ് അവിലിന് 1.5 കപ്പ് തൈര് എന്ന കണക്കിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകിൽ നമ്മൾ ഇതുപോലെ അവിൽ പൊടിച്ചതിന് ശേഷം തൈരിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതല്ല സമയം ഉണ്ടെങ്കിൽ അവിലെടുത്തതിന് ശേഷം അതിലേക്ക് നേരിട്ട് തൈര് ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അതിന് ശേഷം അരച്ചെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേശ്ശെയായിട്ട് തൈര് ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറേ വേണ്ടി വരും. അപ്പോൾ ആദ്യം 1.5 കപ്പ് തൈര് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ട പിടിക്കും. എന്നാലും കുഴപ്പമില്ല, കാരണം നമ്മൾ വീണ്ടും ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റവയാണ് വേണ്ടത്. 1.5 കപ്പ് റവ വേണം. വറുത്ത റവ വേണം ഉപയോഗിക്കാനായിട്ട്. 1 കപ്പ് അവിലിന് 1.5 കപ്പ് റവ എന്ന കണക്കിലെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ അവലൊന്ന് അരച്ചെടുക്കുന്ന സമയം വരെ ഈ റവയൊന്ന് മാറ്റി വയ്ക്കാം. കൂടുതൽ സമയമൊന്നും വെക്കേണ്ടി വരില്ല. അപ്പോൾ അവൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി. അപ്പോൾ ഇതുപോലെയാണ് അരച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവയും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ റവ ചേർത്തിട്ട് ഒന്നെങ്കിൽ കൈകൊണ്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അവലൊക്കെ കുതിർക്കാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അവലും തൈരും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ചെടുത്താലും മതി. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഈ ഒരു പരുവത്തിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് വെള്ളം ചേർത്താൽ മതിയാവും. അപ്പോൾ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരു 15 മിനിറ്റെങ്കിലും മാക്സിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. സമയം ഉണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ വരെ വെക്കാം. പക്ഷേ മാക്സിമം 15 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യണം. എന്നാലേ റവയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു 15 മിനിറ്റായി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ മാവ് കുറച്ചും കൂടി ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. മാവ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒന്നെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാം, അല്ലെങ്കിൽ ഈനോ ചേർത്താലും മതി. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നമ്മൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ദോശയൊന്നും ശരിയാവില്ല. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് നന്നായിട്ട് ഓയിൽ തേച്ചതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റെങ്കിലും വെക്കണം, എന്നാലേ ശരിക്കും ഇത് കുക്കായി കിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു 15 മിനിറ്റായി. നമുക്ക് തുറന്ന് നോക്കാം. പിന്നെ ഇഡ്ഡലി ഒരുപാട് അങ്ങ് പൊന്തി കിട്ടുന്നില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇത് എടുത്തതിന് ശേഷം നല്ലപോലെ തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഒട്ടി പിടിച്ചിരിക്കും, ശരിക്കും കിട്ടില്ല. അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം ഇതുപോലെ വിടിച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ചൂടോട് കൂടി തന്നെ എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പിന്നെ ഒട്ടി പിടിച്ചിരിക്കും. പ്രത്യേകിച്ച് അവിലും റവയൊക്കെ ആയ കാരണം തന്നെ നല്ലപോലെ തണുത്തതിന് ശേഷം എടുത്താൽ മതിയാവും. സാമ്പാറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. പിന്നെ തൈര് എടുക്കുമ്പോൾ കുറച്ച് പുളിയുള്ള തൈര് എടുക്കുക. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. അതേപോലെ കഴിക്കാനോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണിത്. അകത്തൊക്കെ നല്ല സ്പോഞ്ചി ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.